നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ. നാളെ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനമനുസരിച്ച് എല്ലാ വർഷവും ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിച്ചു വരികയാണ്. ലോകമെമ്പാടും നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനെപ്പറ്റി ആലോചിക്കുന്നതിനും വേണ്ടിയിട്ടാണ് മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങളെപ്പറ്റി പറയുമ്പോൾ സാധാരണ ചർച്ച ചെയ്യുന്നത് സൊമാലിയയിലെ പട്ടിണി മരണങ്ങളെപ്പറ്റിയും ലോകത്തിലെ ഇന്ന് പല രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളെപ്പറ്റിയും സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെപ്പറ്റിയും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ദൈനംദിന ജീവിതത്തിൽ സാധാരണ ജനങ്ങൾ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെപ്പറ്റി ആരും ചർച്ച ചെയ്യാറില്ല. നിങ്ങളൊരു മനുഷ്യാവകാശ ലംഘകനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നായിരിക്കും നിങ്ങളുടെ ഉത്തരം. പക്ഷേ നിങ്ങൾ വിചിന്തനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ദിവസവും എപ്പോഴെങ്കിലുമൊക്കെ ഒരു മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന ആളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളൊരു വാഹനം ഓടിക്കുന്നയാളാണ് എങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും ട്രാഫിക് ലംഘനം നടത്തുമ്പോൾ നിങ്ങളൊരു മനുഷ്യാവകാശ ലംഘകനായിട്ട് മാറുകയാണ്. ഒരു സീബ്ര ലൈനിൽ ഒരാൾ റോഡ് മുറിച്ചു കിടക്കുന്നതിനായി നിൽക്കുമ്പോൾ അയാളെ റോഡ് മുറിച്ചു കിടക്കാൻ അനുവദിക്കാതെ നിങ്ങൾ വാഹനവുമായിട്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങളൊരു മനുഷ്യാവകാശ ലംഘകനാണ്. ഇന്ന് റോഡ് അപകടം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതിന് കാരണം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതാണ്. നിങ്ങളൊരു മദ്യപിച്ച് വാഹനം ഓടിക്കുന്നയാളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യാവകാശ ലംഘകനായിട്ട് നിങ്ങൾ മാറുകയാണ്. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ശുചിമുറി ഉപയോഗിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു മനുഷ്യാവകാശ ലംഘകനായിട്ട് മാറുകയാണ്. നിങ്ങൾ പുകവലിക്കുന്ന ആളാണെങ്കിൽ ജനങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പുകവലിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു മനുഷ്യാവകാശ ലംഘകനായി മാറും. അതുപോലെ തന്നെ നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എങ്കിൽ ജനങ്ങൾക്ക് നല്ല സേവനവും പ്രവർത്തനവും നൽകാതെ പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു മനുഷ്യാവകാശ ലംഘകനാണ്. നിങ്ങൾ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ മതത്തിന്റെ ഏതെങ്കിലും റാലി നടക്കുമ്പോൾ വാഹനങ്ങൾ തടസ്സപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങളും ഒരു മനുഷ്യാവകാശ ലംഘകനാണ്. നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ വാഹനങ്ങൾ തടസ്സപ്പെടുത്തി പ്രകടനം നടത്തുമ്പോൾ നിങ്ങളതിൽ പങ്കെടുക്കുന്നുവെങ്കിൽ നിങ്ങളൊരു മനുഷ്യാവകാശ ലംഘകനാണ്. അതുപോലെ നിങ്ങളൊരു വ്യവസായം നടത്തുന്ന ആളാണെങ്കിൽ വേണ്ട മലിനീകരണ നിയന്ത്രണ സംവിധാനമില്ലാതെ നിങ്ങൾ സ്ഥാപനം നടത്തുന്നുവെങ്കിൽ ഒരു മനുഷ്യാവകാശ ലംഘകനാണ്. നിങ്ങൾ നിങ്ങളുടെ പരിസരങ്ങൾ വൃത്തികേടാക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യാവകാശ ലംഘകനാണ്. നിങ്ങൾ റോഡിൽ തുപ്പുന്നയാളാണോ എങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യാവകാശ ലംഘകനാണ്. ഇതുപോലെ ഓരോ ദിവസവും പല പല സാഹചര്യങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ഓരോ മനുഷ്യനും ഒരു മനുഷ്യാവകാശ ലംഘകനാണ്. തീർച്ചയായിട്ടും ഓരോ വർഷവും മനുഷ്യാവകാശ ദിനം ആചരിക്കുമ്പോൾ ഇതുപോലെയുള്ള സാധാരണക്കാരായ ഓരോരുത്തരും ചെയ്യുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ കൂടി അവസാനിപ്പിക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഒരു ചടക്കമുള്ള, ചിട്ടയുള്ള, ക്ഷേമമുള്ള, സുരക്ഷിതത്വമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. ഈ മനുഷ്യാവകാശ ദിനത്തിൽ നമുക്ക് സാധാരണ ജനങ്ങൾ നടത്തുന്ന മനുഷ്യാവകാശങ്ങളെപ്പറ്റി ചിന്തിക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളെപ്പറ്റി ചിന്തിക്കാനും അത് അവസാനിപ്പിക്കുന്നതിനും നമുക്ക് ശ്രമിക്കാം. നന്ദി.